ഹരേ കൃഷ്ണ. ഇത്തവണ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് മായാപൂരിൽ നിന്നാണ്. മായാപൂരിലെ ഗോശാലയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നമോ ബ്രഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഗോക്കളും ബ്രാഹ്മണരും. ആയതിനാൽ അവരെ സംരക്ഷിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സനാതനധർമ്മത്തിൽ ഗോമാതാവിനെ സംരക്ഷിക്കേണ്ട ആവശ്യം ശ്രീമദ് ഭാഗവതത്തിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം പശുവിനെയും കൃഷിയെയും സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുരിതപൂർണമാവും. ആയതിനാൽ ഇസ്കോണിൽ ഗോക്കളെ സംരക്ഷിക്കുന്നത് വളരെയധികം സ്നേഹത്തോടെയും ഭക്തിയോടും കൂടിയാണ്. ആയതിനാൽ നമുക്കിന്ന് നമ്മുടെ ഈ മായാപൂരിലുള്ള ചന്ദ്രോദയ മന്ദിറിനോട് ചേർന്നുള്ള ഗോശാലയിലുള്ള കാഴ്ചകൾ കാണാം. ഹരേ കൃഷ്ണ. ഈ ഗോശാലയിൽ ഏകദേശം 420ഓളം പശുക്കളും അതേപോലെ തന്നെ കാളക്കുറ്റന്മാരും ഉണ്ട്. ഒരുപാട് പേര് തരംതിരിച്ചാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അതിൽ ഈ കാളവണ്ടി വലിക്കുന്ന സമ്പ്രദായമുണ്ട് ഇവിടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാളക്കുട്ടന്മാരൊക്കെ ഇവിടെ ഈ ഇതിനകത്ത് തന്നെ നിൽക്കുന്നത് അവരുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ ഡോക്ടർമാർ നിശ്ചയിച്ചത് പ്രകാരം നമ്മുടെ പഴയ ഈ കാള വണ്ടി സിസ്റ്റം ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ വരുന്ന ഭക്തന്മാർക്ക് അതിനകത്ത് യാത്ര ചെയ്യുകയും ചെയ്യാം. കുറച്ച് ദൂരങ്ങളൊക്കെ യാത്ര ചെയ്യാനായിട്ട് അവർ ആ കാളവണ്ടി ഉപയോഗിക്കാറുമുണ്ട്. ഇവിടെ ഒരുപാട് ഭക്തന്മാർ സിൻസിയറായിട്ട് വളരെയധികം ശ്രദ്ധയോടുകൂടെ ഈ പശുക്കളെയും ഈ കാളകളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചൈതന്യ ഹരി പ്രഭുവാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിവരിച്ചു തരുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പശുവിനെയോ ഒരു കാളയെയോ അതിൻ്റെ പ്രായങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെയും ഉപേക്ഷിക്കാറില്ല. പകരം അവർക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലം റെഡിയാക്കി വെച്ചിരിക്കുക. അതായത് ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുള്ള പശുക്കളെ, പ്രായമുള്ളവരെ അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാനുള്ള സ്ഥലം കൊടുത്തിരിക്കുക അതിന്. അതുകൂടാതെ ഈ കാളവണ്ടി വലിക്കുന്ന പശുക്കൾക്ക് ആവശ്യമായി വരുന്ന ട്രെയിനിങ്ങും അതിവിടെ നൽകുന്നുണ്ട് ഇവിടെ തന്നെ. ഓരോരോ കാള വണ്ടി വലിക്കാനായിട്ട് ഓരോരോ പെയർ ആയിട്ടാണ് ഇവരെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോരോ പെയറായിട്ടാണ് ഇവരെ നിർത്തിയിട്ടുള്ളത്, ഓരോരോ തൊഴുത്തിലായിട്ട്. പുറത്തുനിന്ന് വരുന്ന ഭക്തന്മാർക്ക് അവർക്ക് ഈ പശുക്കളായിട്ട് ഇടപഴകാനും അവർക്ക് ഈ പശുക്കൾക്ക് എന്തെങ്കിലും സേവനം ചെയ്യാനായിട്ട് ഈ ലഡ്ഡു പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഒരു പ്ലേറ്റിന് 5 പ്ലേറ്റ് അവർക്ക് നമ്മൾ സമർപ്പിക്കുന്നതിന് 500 രൂപയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വാങ്ങിച്ച് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പുതുതായി പിറന്നു വീഴുന്ന ഈ പശുക്കുട്ടികളെ നോക്കാനായിട്ട് പ്രത്യേകം തൊഴുത്തുകളുമുണ്ട്. ഈ കാണുന്നത് ഒരു 3 ആഴ്ച പ്രായമുള്ള 3 പശുക്കിടങ്ങളാണ്. ഇവരെയൊക്കെ നോക്കാനായിട്ടുള്ള ഭക്തന്മാർക്ക് താമസിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളുടെ ഇവിടുത്തെ മായാപൂർ ഇസ്കോൺ ടെമ്പിൾ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള വീടും പിന്നെ അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇസ്കോൺ ഭക്തന്മാർ തന്നെയാണ് ഇവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭക്തിയോടുകൂടിയും സ്നേഹത്തോടു കൂടിയാണ് എല്ലാം ഇവിടെ ചെയ്യുന്നത്. ഗോമാതാക്കളെ സ്നേഹത്തോടുകൂടെ പരിരക്ഷിക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ തന്നെ മനസ്സിന് വളരെ ശാന്തിയും സമാധാനമാണ്.
കാരണം ഗോക്കളെ സംരക്ഷിക്കുന്നിടത്ത് ഭഗവാൻ വളരെയധികം സംപ്രീതനാണ്. ആയതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു മനതൃപ്തിയാണ്. ഞങ്ങളത് വന്നതിന് ശേഷം 3ാമത്തെ തവണയാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. പ്രഹ്ലാദിന് വളരെ ഇഷ്ടമാണ് ഈ സ്ഥലം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വല്ലാത്തൊരു ഭക്തിപരമായ ഒരു അന്തരീക്ഷമാണ്. പിന്നെ എല്ലാ പശുക്കളും വളരെ ശാന്തവും സമാധാനമായിട്ടാണ് അവിടെ ഉണ്ടാവുക. അത് വളരെയധികം നമുക്ക് സമാധാനം നൽകും, സംതൃപ്തിയും നൽകും. പിന്നെ അതുകൂടാതെ ഈ പശുക്കളുടെ എല്ലാവിധ പ്രൊഡക്ട്സ്, അതായത് മിൽക്ക് പ്രൊഡക്ട്സുകൾ, അതായത് പാലായിക്കോട്ടെ, തൈരായിക്കോട്ടെ, വെണ്ണ, നെയ്യ്, ഇതെല്ലാം ഇവിടെ തന്നെ ചെറിയൊരു കൗണ്ടറിൽ നമുക്ക് ലഭിക്കും. ശുദ്ധമായ നെയ്യ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം. മായാപൂരിൽ വരുന്നവർ ദയവായി തീർച്ചയായിട്ടും ഈ സ്ഥലത്തിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഈ ഗോമാതാക്കൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന ഭക്തന്മാർക്ക് പ്രചോദനം നൽകാനായിട്ട് നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നൽകുന്ന ഡീറ്റെയിൽസിൽ കോൺടാക്റ്റ് ചെയ്യാം. അവിടെ ഗോശാലയ്ക്ക് പ്രോപ്പറായിട്ടൊരു മാനേജ്മെൻ്റ് ഉണ്ട്. ആ മാനേജ്മെൻറ്റ് നിർദ്ദേശിച്ചിട്ടുള്ള സംഖ്യകൾ അല്ലെങ്കിൽ സേവനങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഹരേ കൃഷ്ണ.